ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. അപ്പം മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നലെ എന്താണോ നമ്മൾ പറഞ്ഞത്, ഇന്നലെ നമ്മൾ എന്താണോ വരച്ചത്, അത് കറക്റ്റായിട്ട് എക്സാക്റ്റ് ആയിട്ട് മാർക്കറ്റ് റെസ്പെക്ട് ചെയ്തു ഇല്ലേ? ശരിയല്ലേ നമ്മൾ പറഞ്ഞു? നമ്മൾ ഇന്നലെ 12,600 മെയിനായിട്ട് സപ്പോർട്ട് വരച്ചു. പിന്നെ നമ്മൾ ഈ രണ്ട് റേഞ്ച് വരച്ചു ഇല്ലേ? ഈ 12,687 12,635 ഇത് രണ്ടും നമ്മൾ രണ്ട് ലൈൻ വരും. ഇതിനകത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ആക്ഷൻ അനുസരിച്ച് നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. അല്ല ഇതിന് താഴോട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് പറഞ്ഞത് അല്ലേ? അതുപോലെ തന്നെ മാർക്കറ്റ് സംഭവിച്ചു. മാർക്കറ്റ് ഓപ്പൺ ചെയ്തൊരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു അല്ലേ? ഫ്ലാറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് നേരെ താഴോട്ട് വന്നു. ഫ്ലാറ്റ് അല്ല, ഒരു ചെറിയ ഗ്യാപ്പ് അപ്പ് ഉണ്ടായിരുന്നു. ചെറിയ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് പെട്ടെന്ന് തന്നെ താഴോട്ട് വന്നു. എന്നിട്ട് വീണ്ടും തിരിച്ച് മേലോട്ട് പോയി. ശരിയല്ലേ? തിരിച്ച് മേലോട്ട് പോയി. അതിനുശേഷം മാർക്കറ്റ് പതുക്കെ അവിടുന്ന് താഴോട്ട് വരാൻ തുടങ്ങി. നമ്മൾ ഇവിടുന്ന് ഒരു ട്രേഡ് എടുത്തായിരുന്നു. രണ്ട് പ്രാവശ്യം എടുത്തു അല്ലേ? നമുക്ക് നല്ല വൃത്തിക്ക് നമുക്ക് ഇവിടുന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റി. ഏകദേശം 10, 30, 40 പോയിന്റോളം നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റി. നമ്മൾ എടുത്തത് ഇന്ന് ക്ലോസിങ് ചെയ്തേക്കുന്ന ഏകദേശം 130 എങ്ങാണ്ടാണ് ക്ലോസ് ചെയ്തത്. പക്ഷെ നമുക്കത് കാര്യമില്ല. നമുക്ക് രാവിലത്തെ അരമണിക്കൂർ കൊണ്ട് നമ്മൾ ഏകദേശം ഒരു 30 പോയിന്റ്സ് 25-30 പോയിന്റ്സ് നമ്മൾ ഗ്രാബ് ചെയ്തു. അതോടെ നമ്മൾ ട്രേഡ് അവസാനിപ്പിച്ചു അല്ലേ? രാവിലെ അരമണിക്കൂർ കൊണ്ട് നമ്മുടെ പരിപാടികളെല്ലാം അവസാനിച്ചു. ബാക്കി നമുക്ക് പ്രൈസ് ആക്ഷൻ എങ്ങനെ മാർക്കറ്റ് ചലിക്കുന്നു എന്നുള്ളത് നോക്കി കാണാനുള്ള അവസരമായിരുന്നു അല്ലേ? അപ്പം നമ്മുടെ എല്ലാവരും ആ റൂൾസുകൾ പാലിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ റൂൾസ് പാലിച്ച് നമുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും വിജയിക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന റൂൾസ് ഫോളോ ചെയ്യുക. പിന്നെ എൻ്റെ ആരോ നോക്കി ട്രേഡ് ചെയ്യുന്നവരുണ്ട്, കുറച്ച് ആൾക്കാരുണ്ട്. ആരോ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ മാത്രം ട്രേഡ് ചെയ്യുന്നത്. അവർക്കും ഇന്ന് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഈ ആരോയ്ക്ക് താഴെ മാർക്കറ്റ് നല്ലൊരു ഫോൾ വന്നായിരുന്നു. ഈ ഫോൾ ക്യാപ്ചർ ചെയ്യാൻ പറ്റി എന്ന് വിശ്വസിക്കുന്നു ആരോ നോക്കി ട്രേഡ് ചെയ്യുന്നത്. അല്ലാത്തവർക്ക് പ്രൈസ് ആക്ഷൻ ഞാൻ പറഞ്ഞിരുന്നു. മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തതിന് ശേഷം നേരെ മാർക്കറ്റ് തിരിച്ച് താഴോട്ട് വന്നു. പിന്നെ വീണ്ടും മേലോട്ട് പോയിട്ട് പിന്നെ അവിടുന്ന് കുറച്ച് താഴോട്ട് ഗ്രൈൻഡ് ചെയ്ത് താഴോട്ട് വരുമായിരുന്നു അല്ലേ? അപ്പൊ നമ്മൾ ക്യാപ്ചർ ചെയ്ത് എവിടെയാണ്? ഇതാണ് നമ്മൾ ക്യാപ്ചർ ചെയ്തത് അല്ലേ? ഈ മൂവ്മെന്റ് ആണ് നമ്മൾ ക്യാപ്ചർ ചെയ്തത് അല്ലേ? ഈ മൂവ്മെന്റ് ആണ് നമ്മൾ ക്യാപ്ചർ ചെയ്തത്. ഇതോടുകൂടി നമ്മൾ ട്രേഡ് അവസാനിപ്പിച്ചു. പിന്നെ നമ്മൾ മാർക്കറ്റിൽ നോക്കിയിരിക്കുകയാണ് എന്താ സംഭവിച്ചെന്നുള്ള കാര്യം. അപ്പം ഇനിയും മാർക്കറ്റിലോട്ട് വരാം. ഇനി ഇപ്പം നിലവിൽ മാർക്കറ്റിൽ എന്താ പ്രശ്നം? മാർക്കറ്റിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും മാർക്കറ്റ് സംശയത്തിന് നേരില്ല അല്ലേ? ഇതിലായിട്ട് സംശയ ദൂരീകരണം ഇതിലായിട്ട് നടന്നിട്ടില്ല. അതുകൊണ്ട് മാർക്കറ്റിന് എങ്ങോട്ട് പോകണം? മേലോട്ട് ക്യാപ്ഡ് ആണ്. മേലോട്ട് പോകാൻ ഒരു സാധ്യതയും നമ്മൾ കാണുന്നില്ല, ഇത് ക്ലിയർ ചെയ്യുന്നിടം വരെ. അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി നമ്മൾ മാക്സിമം പ്രൈസ് ആക്ഷൻ നോക്കി നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് അതിൽ തൽക്കാലം ചെയ്യാനുള്ളൂ. അപ്പോൾ ഇനി നാളത്തെ ലെവൽ, അപ്പം എനിക്ക് ലെവൽ പറയുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം എല്ലാവരോടും. ഞാൻ ഇതിലായിട്ട് നിങ്ങളോട് ആരോട് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം എന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഇപ്പം ആദ്യമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും വ്യൂവേഴ്സ് ഒക്കെ കൂടുതലുണ്ട്. പക്ഷെ ഇപ്പം ഡെയിലി ഗ്രാജുവലി കുറഞ്ഞു വരുന്നു. എന്താണെന്ന് എനിക്കറിയത്തില്ല. അതുപോലെ തന്നെ ഈ ഞാനിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ ഒത്തിരി വ്യൂവേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്കൊരു ചിലവുമില്ലല്ലോ. അപ്പം കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് പറ്റുന്നതൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടംപോലെ എന്നെ കേൾക്കുന്ന ആൾക്കാർക്ക് പലർക്കും പല ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ കാണുമല്ലോ. അവിടെയൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ലെവലിലോട്ട് വരാൻ നമുക്ക് നാളത്തെ ലെവല് ഇത് തന്നെയാണ് നമ്മുടെ ലെവൽ. ഈ ഹൈ ലെവൽ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് നമുക്ക് താഴോട്ടുള്ള മേലോട്ടുള്ള ഒരു ലെവല്. പിന്നെ നമുക്കുള്ള ലെവൽ ഇത് നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ കറക്റ്റ് ചെയ്യാം. കുറച്ച് താഴോട്ട് നമുക്ക് ഇതായിരിക്കും നമ്മുടെ നാളത്തെ ഈ ഒരു ലെവല്. ഈ 12,600 നമുക്കൊരു മേജർ സപ്പോർട്ടാണ്. ഈ 12,600 ഇപ്പോഴും വാലിഡ് ആണ്. ഓക്കെ, ഇതിന് താഴെ നമുക്ക് വീണ്ടും ഒരു ലൈനും കൂടെ വെച്ച് നമുക്ക് ഇതൊരു സപ്പോർട്ടായിട്ട് നമുക്ക് നിർത്താം. ഓക്കെ, ഇത് വേണമെങ്കിൽ ഗ്രീൻ ആക്കാം. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതൽ. ഓക്കെ, ഇത് നമുക്കൊരു റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് ഇത് വർക്ക് ചെയ്യും. കാരണം പല പ്രാവശ്യമായിട്ട് അവിടെ വന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മാർക്കറ്റ് നാളെ ഇതിനകത്താണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ, അപ്പോൾ ഇത് കഴിഞ്ഞു നമുക്ക് ഇങ്ങോട്ട് വെക്കാം. മാർക്കറ്റ് താഴെ പോവാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ഇതങ്ങ് ഡിലീറ്റ് ചെയ്തോളാം. ഓക്കെ, മാർക്കറ്റ് ഇതിനകത്ത് ഈ റേഞ്ചിനകത്ത് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ 12,493 ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കണം.
ഇല്ല, ഇവിടുന്ന് മേലോട്ട് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം, ഇത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് മുകളിൽ കിട്ടും. ഓക്കെ, ഇതിന് ശേഷം ബ്രേക്ക് ചെയ്ത് മേലോട്ട് പോകണമെങ്കിൽ പിന്നെ ഇവിടുന്ന് മേലോട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഇത് ഈ റേഞ്ചിനകത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഇത് ബ്രേക്ക് ചെയ്യാൻ നോക്കണം, ഇത് ബ്രേക്ക് ചെയ്യാൻ നോക്കണം. പിന്നെ ഇവിടെ നമ്മൾ പ്രൈസ് ആക്ഷൻ നാളത്തെ അന്നേരത്തെ മാർക്കറ്റ് സിനാരി വെച്ച് മാത്രമേ നമുക്കൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി അവിടെ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിനകത്ത് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൈസ് ആക്ഷൻ നോക്കി വേണമെങ്കിൽ നമുക്ക് കൺഫർമേഷൻ ഇവിടെയാണ്. ഇതാണ് നമ്മുടെ കൺഫർമേഷൻ. ഇത് ബ്രേക്ക് ചെയ്ത് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ കൺഫർമേഷൻ ആണ്. അല്ല ഈ റേഞ്ചിനകത്താണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇവിടുത്തെ അന്നേരത്തെ സിനാരിയോ നോക്കി മാത്രമേ നമുക്ക് ഇവിടുന്ന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെയാണ് ചിലപ്പം മാർക്കറ്റ് ചിലപ്പോൾ ഇങ്ങനെ ഇവിടെ ഇപ്പോൾ ഓപ്പൺ ചെയ്തു, ഇവിടെ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ നേരെ മേലോട്ട് പോയിട്ട് നേരെ ഇങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട്. ശരിയല്ലേ? അല്ലെങ്കിൽ നേരെ തിരിച്ചാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോകാനുള്ള സാധ്യതയുണ്ട്. രണ്ട് സാധ്യതകളും നമുക്കുണ്ട്. ഓക്കെ, രണ്ട് സാധ്യതകൾ നമുക്കുണ്ട്. അപ്പോൾ ആ രണ്ട് സാധ്യതകളും അന്നേരത്തെ പ്രൈസ് ആക്ഷൻ വെച്ച് മാത്രമേ നമുക്കത് ഡിസൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ച് കണ്ട് ട്രേഡ് ചെയ്യുക. അപ്പം എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. നിങ്ങൾ പ്രൈസ് ആക്ഷൻ പഠിക്കുക. പ്രൈസ് ആക്ഷൻ്റെ വീഡിയോ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. നിങ്ങളപ്പോൾ അത് ഇന്നത്തെ ട്രേഡിനൊക്കെ നിങ്ങൾ പ്രൈസ് ആക്ഷൻ വളരെയധികം ഉപകാരപ്പെട്ടിരുന്നു പലർക്കും. ഓക്കെ, അപ്പം അതുകൊണ്ട് പ്രൈസ് ആക്ഷൻ പഠിക്കാൻ ശ്രമിക്കുക. അതിൻ്റെ വീഡിയോ ഞാൻ അവസാനം പിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അതുകൂടെ കണ്ട് കുറച്ച് ഒറ്റയടി കാണുന്നതിൽ പറഞ്ഞ് നിങ്ങൾ കുറച്ച് സമയം കിട്ടുമ്പോൾ അത് കണ്ട് ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് തന്നെ ട്രേഡ് ചെയ്യാൻ, ആരെ ആശ്രയിക്കാതെ ഇൻഡിവിജ്വലായിട്ട് തന്നെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം എല്ലാവർക്കും നാളെ ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.